തീർത്ത് ദുഃഖകരം എന്ന് പറഞ്ഞാൽ പോരാ. ഇതൊരു അപകടമായി പോലും കാണാൻ ഞാൻ ഒരുക്കമല്ല വീണ. കാര്യം ഇതൊരു റോഡ് അപകടമോ അല്ലെങ്കിൽ അബദ്ധത്തിൽ വെള്ളത്തിൽ വീണുപോയെന്നോ കുളിക്കാനിറങ്ങുമ്പോൾ വീണതോ അല്ല. നഗരമധ്യത്തിലെ തോട്, അതിലെ മാലിന്യം നീക്കാൻ ഇറങ്ങുന്നയാൾ അവിടെ അതിൽപ്പെട്ട് മരിക്കണമെങ്കിൽ അത് എന്ത് സംഭവിച്ചാലും സർക്കാരിനെയും നഗരസഭയൊക്കെ കുറ്റം പറയുന്നു എന്നും വിമർശിച്ചിട്ട് കാര്യമില്ല. ഇതിനുത്തരം കിട്ടണം. സ്മാർട്ട് സിറ്റി ആക്കാൻ നോക്കുകയാണ്. സ്മാർട്ട് സിറ്റി തലസ്ഥാനത്തെ ഇതാണോ സ്മാർട്ട് സിറ്റി? സ്മാർട്ട് സിറ്റിയിൽ ഈ പറയുന്ന കേബിളും റോഡും മാത്രമാണോ സ്മാർട്ട് സിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്? സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം വൃത്തിയുള്ള സിറ്റി ആവണ്ടേ? നോക്കൂ, മാലിന്യങ്ങളുടെ കാഴ്ച നോക്കൂ, ആ കാണുന്ന കാഴ്ചകൾ നോക്കൂ. നഗരമധ്യത്തിൽ, അതായത് തമ്പാനൂരിൽ മുതൽ കിഴക്കേക്കോട്ട വരെയുള്ള ഭാഗം, MG റോഡ് പോകുന്ന ഭാഗം, MG റോഡിന്റെ കരയിൽ മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ, ഈ നമുക്ക് വലിയ അവകാശവാദങ്ങളൊന്നും വേണ്ട, മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ നഗരമധ്യത്തിലല്ല ഒരിടത്തും ഇതുപോലുള്ള മാലിന്യ കൂമ്പാരം ഉണ്ടാകുമായിരുന്നോ? ഇതിപ്പോൾ ഒരു ജീവൻ ബലി കൊടുത്തു, ഒരു പാവപ്പെട്ട കുടുംബം വഴിയാധാരമാകുന്നു. ജോയുടെ രക്ഷയ്ക്ക് ധാരാളം പേർ വരട്ടെ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ജോയുടെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് 48 മണിക്കൂറായി രക്ഷാപ്രവർത്തനം എന്ന പേരിൽ പലവിധ അഭ്യാസങ്ങൾ എന്ന് ഞാൻ പറയാൻ കാര്യം, ഒരു ചോദ്യം നമ്മുടെ പ്രേക്ഷകൻ തന്നെ ചോദിച്ചിരുന്നു, നേവി അറിയിക്കാൻ വൈകിയിരുന്നോ എന്ന്. ഇതൊക്കെ പൊട്ടെ. പ്രജിത്തിന് എന്തോ പറയാനുണ്ട്. പ്രജിത്ത് പറഞ്ഞോളൂ. പ്രദീപ, ഈ മൃതദേഹം ആദ്യം കണ്ടെത്തിയെന്ന് കരുതുന്ന അവകാശം പറഞ്ഞൊരു ശുചീകരണ തൊഴിലാളി ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിനോട് ഇപ്പോൾ നമുക്ക് ചേരാം. ചേട്ടാ, എന്താ പേര്? അശോകൻ. കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളിയാണ്. ആ ചേട്ടനാണ് ആദ്യം മൃതദേഹം കാണുന്നത്. ഞങ്ങൾ 4 പേര് ഒത്തു തന്നെ കണ്ടത്. എങ്ങനെയായിരുന്നു? നിങ്ങൾ എവിടെ നിന്ന് വരികയായിരുന്നു? ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തെരച്ചിൽ നടത്തി ആ ഒരു ഭാഗത്ത് എത്ര ദൂരമുണ്ട്? ആ ഒരു ഭാഗത്ത് എത്ര ദൂരമുണ്ട് അവിടെ നിന്ന്? നമ്മുടെ ഒരു 1.5 കിലോമീറ്റർ ഇവിടെ നിന്ന്. അദ്ദേഹം മറ്റുള്ള ആളുകളും വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഒരു പക്ഷേ വിവാദത്തിൽ പെടണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കും. പ്രജിത്ത്, അദ്ദേഹം പറയുന്നത് 4 പേര് ചേർന്ന് കണ്ടു എന്നാണോ? ഇവര് ഈ ശുചീകരണ തൊഴിലാളികൾ ഇത് തെരച്ചിലിനായിട്ട് വന്നതാണോ? പ്രജിത്ത്, തെരച്ചിലിനായിട്ട് വന്നതാണോ ഇവർ? ഈ ടണലിന് ഇപ്പുറത്തെ ഭാഗത്തേക്ക് ആളുകളെ പരിശോധനയ്ക്ക്, അതായത് രാവിലെ ഈ നിരീക്ഷണത്തിനായി വിടുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ നിരീക്ഷണം നടത്തി വന്ന ആളുകളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ 4 പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ആ ശുചീകരണ തൊഴിലാളികളാണ്. അദ്ദേഹത്തെ കൊണ്ട് കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ മറ്റുള്ളവരാണ് വന്നത്. എന്തായാലും അവർ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി മാധ്യമങ്ങളോട് സംസാരിക്കേണ്ട എന്നുള്ളത് പ്രദീപ് പറഞ്ഞതുപോലെയുള്ള ഒരു രീതിക്കായിരിക്കാം അവർ അദ്ദേഹത്തെ കൊണ്ട് പോയതെന്നുള്ളതാണ് കരുതുന്നത്. എന്തായാലും മൃതദേഹം ലഭിച്ചിരിക്കുന്നു. അത് ജോയിയുടേതാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായി ഉറപ്പ് വേണമെങ്കിൽ അത് വീട്ടുകാർ ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. അതിനായി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നത്. അതോടൊപ്പം തന്നെ ജോയിയുടെ വീട്ടുകാരും ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ജോയിയുടെ മൃതദേഹമാണോ അല്ലയോ തിരിച്ചറിയാൻ ഏതാണ്ട് മണിക്കൂറുകൾ മാത്രം മതി. അങ്ങനെ